എല്ലാവർക്കും MCO01ന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രോസസ് ഓഫ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്. There is continuous effort around us to change the attitude of individuals so that there may be a possible effect on their behavior. Advertisement, publicity, appeals, announcement, etc. in various media are attempts to change our attitude towards objects, people, issues so that our behavior towards them may be directed in the desired directions. ഇൻഡിവിജ്വൽസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് എഫേർട്ട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പല രീതിയിൽ പോസിബിൾ ആയിട്ടുള്ള എഫക്ട്സ് നമ്മുടെ ബിഹേവിയറിൽ അതുമൂലം ഉണ്ടാകുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സ്, പബ്ലിസിറ്റി ക്യാമ്പയിൻസ്, അപ്പീൽസ്, അനൗൺസ്മെൻറ്റ് മുതലായവയിലൂടെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടോ ഇഷ്യൂയോടോ ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെ, പബ്ലിസിറ്റിയിലൂടെ, അപ്പീൽസിലൂടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡിസൈഡ് ഡയറക്ഷനിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡിൽ രണ്ട് പ്രോസസ്സാണ് വരുന്നത്. ഒന്ന് പെർസുവേഷനും, രണ്ട് കൊഗ്നിറ്റീവ് ഡിസോണൻസും. പെർസുവേഷൻ ഇൻഫ്ലുവൻസസ് ഫ്രം ഔട്ട്സൈഡ്, കൊഗ്നിറ്റീവ് ഡിസോണൻസ് ഇൻഫ്ലുവൻസ് അസ് ഫ്രം വിത്തിൻ. രണ്ട് പ്രോസസ്സാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ വരുന്നത്. ഒന്നെങ്കിൽ പെർസുവേഷൻ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡിസോണൻസ്. ഔട്ട്സൈഡിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണ് പെർസുവേഷനിലൂടെ സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് ആണ് കൊഗ്നിറ്റീവ് ഡിസോണൻസിലൂടെ സംഭവിക്കുന്നത്. ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ത്രൂ പെർസുവേഷൻ. പെർസുവേഷനിലൂടെ എങ്ങനെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Changing attitude through persuasion is a difficult task. Our ability to resist persuasion is considerable due to the three factors. These factors are reactance, forewarning, and selective avoidance. പെർസുവേഷനിലൂടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അവർ അബിലിറ്റി ടു റെസിസ്റ്റ് പെർസുവേഷൻ, നമ്മളുടെ പെർസുവേഷൻ്റെ റെസിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ അബിലിറ്റി മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റിയാക്റ്റൻസ്, ഫോർവാർണിംഗ്, സെലക്റ്റീവ് അവോയ്ഡൻസ്. റിയാക്റ്റൻസ് റെഫേഴ്സ് ടു ദ നെഗറ്റീവ് റിയാക്ഷൻസ് വി എക്സ്പീരിയൻസ് വെനെവർ ഫീൽ ദാറ്റ് സമ്മൺ ഈസ് ട്രൈങ് ടു ലിമിറ്റ് അവർ പേഴ്സണൽ ഫ്രീഡം. അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് റിയാക്ഷൻസ് ആണ്. ഒരു വ്യക്തി നമ്മുടെ പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ തടസ്സം നിൽക്കുന്നു എന്ന് തോന്നിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് റിയാക്ഷൻസിനെ സൂചിപ്പിക്കുന്നതാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻ സം കേസസ് ഇൻഡിവിജ്വൽ ഷിഫ്റ്റ് അവേ ഫ്രം എ വ്യൂ അഡ്വക്കേറ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് വൺ ദേ മൈറ്റ് നോർമലി അക്സെപ്റ്റ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോർമലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വ്യക്തികൾ ചെയ്യുന്നത്. ഫോർവാർണിംഗ് റെഫേഴ്സ് ടു ടെൻഡൻസി ഓഫ് ബിൽഡിംഗ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് എഗനിസ്റ്റ് എ പെർസ്വേസീവ് ആർഗ്യുമെന്റ്. ഫോർവാർണിംഗ് എന്ന് പറയുന്നത് ഒരു പെർസ്വേസീവ് ആർഗ്യുമെന്റ്, പെർസീവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ആർഗ്യുമെന്റിന് കൗണ്ടർ ആയിട്ട് എതിരെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നതിന് പറയുന്നതാണ് ഫോർവാർണിംഗ് എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്സ് റിസീവേഴ്സ് റെസിസ്റ്റ് ദ കൺക്ലൂഷൻസ് റെക്കമെൻഡഡ് ബൈ ദ മെസ്സേജ്. അപ്പോൾ കൗണ്ടർ ആർഗ്യുമെന്റിലൂടെ പെർസുവേഷൻ മെസ്സേജിൽ ഉണ്ടായിട്ടുള്ള കൺക്ലൂഷൻസ് റെസിസ്റ്റ് ചെയ്യുകയാണ്, വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. സെലക്റ്റീവ് അവോയ്ഡൻസ് റെഫേഴ്സ് ടു എ ടെൻഡൻസി ടു ഡയറക്റ്റ് അവർ അറ്റൻഷൻ അവേ ഫ്രം ഇൻഫർമേഷൻ ദാറ്റ് ചലഞ്ചസ് ഓർ അവർ എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്സ്. സെലക്റ്റീവ് അവോയ്ഡൻസിലൂടെ നമ്മുടെ അറ്റൻഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർസുവേഷൻ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഇൻഫർമേഷനിൽ നിന്നും ചലഞ്ചസിൽ നിന്നും അറ്റൻഷൻ വിട്ടു നിൽക്കുകയാണ് സെലക്റ്റീവ് അവോയ്ഡൻസിലൂടെ ചെയ്യുന്നത്. However, persuasion is a fact of modern life. Every day we are exposed to countless attempts at persuasion. Persuasion is an effort to change the attitude through the various types of communication such as advertisement or speeches. മോഡേൺ ലൈഫിൽ പല സ്റ്റേജസിലൂടെ ആണ് ഓരോ ദിവസവും നമ്മൾ പല അറ്റംപ്റ്റ്സിലൂടെയാണ് എണ്ണിയാലൊടുങ്ങാത്ത പെർസുവേഷൻ എഫക്ട്സിലൂടെയാണ്, ഇൻഫ്ലുവൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
നമ്മൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പെർsuasionലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. അഡ്വർടൈസ്മെന്റ്, പ്രധാനമായിട്ടും അഡ്വർടൈസ്മെന്റ്, സ്പീച്ചസ് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിലൂടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. We shall examine issues like factors that influence in success of persuasion efforts and the extent to which such efforts are effective. എത്രത്തോളം എഫക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിൽ, അയാളെ പെർസ്യൂഡ് ചെയ്യുന്നതിൽ. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 അപ്രോച്ചസ് ആണ് വരുന്നത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചും കോഗ്നിറ്റീവ് അപ്രോച്ചും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന പെർസ്യൂസീവ് ആയിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് എഫക്റ്റീവായി മാറുന്നത് എന്നതിനെക്കുറിച്ച് 2 അപ്രോച്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് 2 കോഗ്നിറ്റീവ് അപ്രോച്ച്. ഫസ്റ്റ് പറയുന്നുണ്ട് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം 3 എലമെന്റ്സ് ആണ് പെർsuasionനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് സോഴ്സ്, 2 മെസ്സേജ്, 3 ടാർഗറ്റ് ഓഡിയൻസ്. ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ, ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളാണ് പെർsuasionനെ അഫക്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ എ ബേസിക് ക്വസ്റ്റ്യൻ ഹു സേസ് വാട്ട് ടു ഹൂം ആൻഡ് വിത്ത് വാട്ട് എഫക്റ്റ്. ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, എന്ത് എഫക്റ്റ് ആണ് അതിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ ഉണ്ടാകുന്ന 3 ക്വസ്റ്റ്യൻസ്. ട്രഡീഷണൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പേർട്സ് ആർ മോർ പെർസീവ് ദാൻ നോൺ എക്സ്പേർട്സ്. എക്സ്പേർട്സ് ആണ് നോൺ എക്സ്പേർട്സിനേക്കാളും പെർസീവ് ചെയ്യാൻ കൂടുതലായിട്ട് കഴിയുന്നത്. രണ്ടാമത്, മെസ്സേജസ് which do not appear to be designed to change our attitude have more impact than those appearing to be designed to. അപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെസ്സേജിനേക്കാളും ഡിസൈൻ ചെയ്യാതെ ഉണ്ടാവുന്ന മെസ്സേജിനാണ് കൂടുതലായിട്ട് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്, പോപ്പുലർ ആൻഡ് അട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ആർ മോർ എഫക്റ്റീവ് ഇൻ ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അൺപോപ്പുലർ ഓർ അൺഅട്രാക്റ്റീവ് വൺസ്. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണെങ്കിൽ അതിലൂടെ കൂടുതൽ ചേഞ്ചസ് ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്നതാണ്. അൺഅട്രാക്റ്റീവ് വൺസിൽ, അൺപോപ്പുലർ ആയിട്ടുള്ള ആളുകളിൽ പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, മെസ്സേജസ് പാസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം പല അഡ്വർടൈസ്മെന്റിലും നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഈ ക്രിക്കറ്റേഴ്സും സിനി ആർട്ടിസ്റ്റും ഒക്കെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിലൂടെ കൂടുതലായിട്ട് പെർsuasion നടക്കുന്നുണ്ട്. അടുത്ത് പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽസ് വിത്ത് റിലേറ്റീവ്ലി ലോ ഇൻ സെൽഫ് എസ്റ്റീം ടെൻഡ് ടു ഗെറ്റ് പെർsuaded മോർ ഈസിലി. ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ പെട്ടെന്ന് പെർsuade ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ പെർsuade ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളെ പെർsuade ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളാണെങ്കിൽ അവരെ പെർsuade ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത്, 2-sided അപ്രോച്ച് ഈസ് മോർ സക്സസ്ഫുൾ ദാൻ 1-sided അപ്രോച്ച്. അപ്പോൾ 2-side, അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് പെർsuasionനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. അടുത്തത്, പെർsuasion ക്യാൻ ബി എൻഹാൻസ്ഡ് ബൈ മെസ്സേജസ് ദാറ്റ് അറൗസ് സ്ട്രോങ് ഇമോഷൻസ് ഇൻ ദ ഓഡിയൻസ്. ഓഡിയൻസിൽ ഇമോഷൻസ് ഉണ്ടാക്കുന്ന മെസ്സേജസ് ആണെങ്കിൽ അതിലൂടെ പെർsuasion ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത് ആരാണ് പെർsuade ചെയ്യുന്നത്, ഹൂ സേസ് ആൻഡ് വാട്ട് ടു ഹൂം ആൻഡ് വിത്ത് വാട്ട് എഫക്റ്റ്. ആരാണ് പറയുന്നത്, എന്ത് മെസ്സേജ് ആണ്, ആരിലോട്ടാണ്, അതിന്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് പെർsuasion അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് കൊഗ്നിറ്റീവ് അപ്രോച്ച്. Cognitive approach attempts to explain what do people think about when exposed to persuasive appeals. Cognitive approach explain ചെയ്യുന്നത് ഒരു പെർsuasive അപ്പീൽസിലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. Several theories are explained for explaining this phenomenon, but widely known among them is elaboration likelihood model. അപ്പം അത് ഒരു പെർsuasive അപ്പീൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, ആളുകളുടെ ഉള്ളിൽ എന്തുണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ ELM തിയറിയാണ്. ELM explains that there are 2 distinct routes to persuasion depending on how important or relevant
the issues are to the person who are the target of the persuasion. അപ്പോൾ ELM തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെർസുവേഷനിലോട്ട് രണ്ട് വഴികളാണ്, റൂട്ട്സ് ആണ് ഉള്ളത്. എങ്ങനെയാണ് ആ പെർസുവേസീവ് എഫേർട്ട് ആ വ്യക്തിയിലോട്ട് ടാർഗറ്റിലോട്ട് എത്തുന്നത്, ആ വ്യക്തിക്ക് റിലവൻ്റ് ആണ് എന്നതിനെ വെച്ചുകൊണ്ട് രണ്ട് റൂട്ടിലൂടെയാണ് പെർസുവേഷൻ സംഭവിക്കുന്നത്. The two routes are called central route and peripheral route. രണ്ട് റൂട്ടുകൾ എന്ന് പറയുന്നത് ELM തിയറി പ്രകാരമുള്ള രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത് സെൻട്രൽ റൂട്ടും പെരിഫറൽ റൂട്ടാണ്. If you focus considerable attention on a message and its argument, because persuasive message appears to be important, persuasion occurs through the central route. അപ്പോൾ മെസ്സേജിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ, ആർഗ്യുമെന്റിനാണ് കൂടുതലായിട്ടുള്ള കൺസിഡറേഷൻ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ ആ പെർസുവേഷൻ സംഭവിക്കുന്നത് സെൻട്രൽ റൂട്ടിലൂടെയാണ്. In this case, the degree of attitude change depends on the equality of the arguments. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് ആർഗ്യുമെന്റ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നതിനെ വെച്ചുകൊണ്ടാണ് അവിടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. To the contrary, if we find that the persuasive message to be of little interest and we may not pay considerable attention on the message, yet such messages can change our attitude. If we find that message or argument was more balanced rather than tilted one side, or if we find the source has expertise and commands high status, in such a case persuasion occurs through a peripheral route. ആ മെസ്സേജിനല്ല ആർഗ്യുമെന്റിനല്ല കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത്, അത് പറയുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഹൈ സ്റ്റാറ്റസ് ഉള്ള കമാൻഡ് ചെയ്യുന്ന വ്യക്തിക്കാണ് സ്വാധീനിക്കാനുള്ള കഴിവ് കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അതിന് പറയുന്നതാണ് പെരിഫറൽ റൂട്ട് എന്ന് പറയുന്നത്. പെർസുവേഷൻ occurs through the peripheral route. There are two implications of ELM. ELM തിയറിക്ക് രണ്ട് ഇംപ്ലിക്കേഷൻസ് ആണുള്ളത്. ആറ്റിറ്റ്യൂഡ് മേ ഓർ മേ നോട്ട് ചേഞ്ച് ഐദർ ത്രൂ സെൻട്രൽ റൂട്ട് ഓർ ത്രൂ പെരിഫറൽ റൂട്ട്. ആറ്റിറ്റ്യൂഡ് സെൻട്രൽ റൂട്ടിലൂടെയോ പെരിഫറൽ റൂട്ടിലൂടെയോ ചേഞ്ച് ചെയ്യുകയോ ചേഞ്ച് ചെയ്യാതിരിക്കാം. സെക്കൻഡ്, ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ലൈക്ലി ടു ചേഞ്ച് ഇഫ് പെർസുവേഷൻ കം ഫ്രം എ മൾട്ടിപ്പിൾ സോഴ്സസ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പല സോഴ്സിൽ നിന്നും ആർഗ്യുമെന്റ് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ. ബിക്കോസ് കാരണം എന്ന് പറയുന്നത് അത് കിട്ടുന്നവർക്ക്, ആ മെസ്സേജസ് കിട്ടുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നത് കൊണ്ടാണ് പെർസുവേഷൻ പല സോഴ്സിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് ആർഗ്യുമെന്റ്സ് സ്ട്രോങ് ആയിട്ട് മാറുന്നത്. Another model that explains the cognitive approach to the persuasion is the heuristic model of persuasion. This model deals with one question: when individuals overhear the reactions of an audience to a persuasive message. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഹ്യൂറിസ്റ്റിക് മോഡൽ ഓഫ് പെർസുവേഷൻ ആണ്. ഈ മോഡൽ പറയുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. when individuals overhear the reactions of an audience to a persuasive message, does this influence the extent to which they are persuaded? അപ്പോൾ ഓഡിയൻസിന്റെ ഒരു പെർസുവേറ്റീവ് മെസ്സേജിന്റെ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ് എന്ന് കേട്ടുകൊണ്ടാണ് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മോഡൽ പറയുന്നത്. ഈ കേസിൽ പെർസുവേഷൻ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഉണ്ടാവുന്നത്. Cognitive approach provides insight for choosing messages in advertisement for different types of products. Cognitive approachലൂടെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിക്കുന്ന മെസ്സേജുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. Some products serves utilitarian function, people buy and use them because of their required to be used. ചില പ്രോഡക്റ്റുകൾ ആ പ്രോഡക്റ്റുകളുടെ യൂസ് പരിഗണിച്ചുകൊണ്ടാണ് അവർ വാങ്ങുന്നത്. In contrast, some products are socially identity function. ചില പ്രോഡക്റ്റ് സോഷ്യൽ ആയിട്ടുള്ള ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ് ചില വ്യക്തികൾ വാങ്ങുന്നത്. People buy and use them because they boost the personal image of the user. ചില പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് ആ പ്രോഡക്റ്റ് വാങ്ങിയത് കൊണ്ട് അവരുടെ പേഴ്സണൽ ഇമേജ് ഇംപ്രൂവ് ചെയ്തും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. For utilitarian products, users are more persuaded by advertisement. യൂട്ടിലിറ്റേറിയൻ പ്രോഡക്റ്റുകളാണെങ്കിൽ അത് അഡ്വർടൈസ്മെന്റിലൂടെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടാണ് പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. സോഷ്യൽ ഐഡന്റിറ്റി പ്രോഡക്റ്റുകളാണെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള അപ്പീൽസ് കൊണ്ട് അതിനെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയൻ പ്രോഡക്ട്സ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് അഡ്വർടൈസ്മെന്റിലൂടെ ആളുകളെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്. സോഷ്യൽ ഐഡന്റിറ്റി പ്രോഡക്റ്റുകളാണെങ്കിൽ അത് ആ പ്രോഡക്റ്റിന്റെ ഗ്ലാമറസ് അപ്പീൽ അത് ഉപയോഗിക്കുന്നുണ്ട് സമൂഹത്തിലുണ്ടാവുന്ന ഇമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
Cognitive approach to the persuasion explains why are people in a good mood easier to influence. Cognitive approachലൂടെ എങ്ങനെയാണ് ആളുകളെ ഈസി ആയിട്ട് നല്ല മൂഡിലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. It states perhaps when people are in a good mood, they are less able to engage in careful, systematic processing than when they are in the neutral mood. അപ്പോൾ നല്ല മൂഡിലുള്ള ആളുകളാണെങ്കിൽ ആളുകൾ നല്ല മൂഡിലാണെങ്കിൽ അവരെ സ്വാധീനിക്കാൻ പെർസീവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ കൂടുതലായിട്ട് കെയർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലോട്ട് പോകത്തില്ല. പക്ഷെ ന്യൂട്രൽ മൂഡിലുള്ള ആളുകളാണെങ്കിൽ അവർ കൂടുതലായിട്ട് കെയർഫുൾ ആയിട്ടുള്ള പ്രോസസ്സിലോട്ട് പോകുന്നതാണ്. Therefore, there may be more easily influenced particularly by strong and convincing arguments. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിലൂടെ ഈസി ആയിട്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. Cognitive approach to the persuasion also explains the relation between individual differences and its influence on persuasion. Cognitive approachലൂടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസും അതെങ്ങനെയാണ് പെർsuasion അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. മോഡേൺ ലൈഫിൽ പെർsuasion എന്ന് പറയുന്ന ഒരു ഫാക്ട് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള പെർsuasional എഫക്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് പെർsuasion സംഭവിക്കുന്നത്. അഡ്വർടൈസ്മെന്റ്, സ്പീച്ചസിലൂടെ പെർsuasion ആയിട്ടുള്ള എഫേർട്സിനെ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് രണ്ട് അപ്രോച്ചസ് ആണ്. എത്രത്തോളമാണ് പെർsuasive എഫക്ട്സ് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് രണ്ട് അപ്രോച്ചസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ചും രണ്ട് കോഗ്നിറ്റീവ് അപ്രോച്ചും. ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത് 3 എലമെന്റ്സ്: സോഴ്സ്, മെസ്സേജ്, ടാർഗറ്റ്. ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് മെസ്സേജ്, എന്താണ് ടാർഗറ്റ്, ആരാണ് ടാർഗറ്റ്, ഇതിനെ വെച്ചുകൊണ്ടാണ് ആ പെർsuasive എഫേർട്ട് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കോഗ്നിറ്റീവ് അപ്രോച്ചിൽ ഒരാളുടെ ഉള്ളിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോഗ്നിറ്റീവ് അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 മോഡൽസിലൂടെയാണ്. അതിൽ പ്രധാനപ്പെട്ട മോഡലാണ് ELM അല്ലെങ്കിൽ എലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ. രണ്ടാമത്തെ മോഡലാണ് ഹ്യൂറിസ്റ്റിക് മോഡൽ ഓഫ് പെർsuasion എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത് 2 പ്രോസസ്സിലൂടെയാണ്. ഒന്ന് പെർsuasion, 2 കോഗ്നിറ്റീവ് ഡിസോണൻസ്. പെർsuasionലൂടെ ചേഞ്ചസ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട 2 അപ്രോച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു: ട്രഡീഷണൽ അപ്രോച്ചും കോഗ്നിറ്റീവ് അപ്രോച്ചും. കോഗ്നിറ്റീവ് ഡിസോണൻസിലൂടെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, ഒരാളുടെ ഉള്ളിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, ഇന്നർ ഫോഴ്സിൽ നിന്ന് എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ത്രൂ കോഗ്നിറ്റീവ് ഡിസോണൻസിൽ പറയുന്നത്. Cognitive dissonance is the internal state that occurs when individuals notice inconsistency among their attitudes, between their attitudes and their over behavior. Cognitive dissonance എന്ന് പറയുന്നത് internal state that occurs when individuals, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. Such inconsistencies create unpleasant feeling which produces pressures that result in change in attitude. അപ്പോൾ അങ്ങനെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇൻകൺസിസ്റ്റൻസീസ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. ആ പ്രഷറിൽ നിന്നും, ആ ഫീലിംഗിൽ നിന്നുണ്ടാവുന്ന പ്രഷറിൽ നിന്നും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നതാണ്. The weaker the reasons for the acting in attitude discrepant ways, the stronger these pressures are. അപ്പം നമ്മുടെ റീസൺസ് എത്രത്തോളം വീക്കറാണ്, നമ്മളങ്ങനെ ആറ്റിറ്റ്യൂഡ് ബിഹേവ് ചെയ്യാനുള്ളതിൻ്റെ റെസ്പോണ്ട് ചെയ്യാനുള്ള നമ്മുടെ വേ എത്രത്തോളം റീസൺസ് വീക്കാണോ അതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടി വരുന്നതാണ്. ഡിസോണൻസ് ഈസ് എ മോട്ടിവേഷണൽ സ്റ്റേറ്റ് പീപ്പിൾ ഹൂ എക്സ്പീരിയൻസ് ഇറ്റ് വാണ്ട് ടു റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ ഡിസോണൻസസ് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരത് റെഡ്യൂസ് ചെയ്യാൻ, പീപ്പിൾ ഹൂ എക്സ്പീരിയൻസ് ഇറ്റ് വാണ്ട്സ് ടു റെഡ്യൂസ്. അപ്പോൾ ഡിസോണൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇൻകൺസിസ്റ്റൻസി ആയിരുന്നു കോഗ്നിറ്റീവ് ഡിസോണൻസിലെ പ്രധാനപ്പെട്ട ഫീച്ചർ. അതിനുശേഷം നടന്നിട്ടുള്ള സ്റ്റഡിയിൽ നിന്നും ഇൻകൺസിസ്റ്റൻസി അല്ല ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, റാദർ ദാൻ dissonance and motivation to reduce it stems primarily from the feelings of responsibility for negative events and outcomes. പിന്നീട് നടന്ന സ്റ്റഡിയിൽ നിന്നും റെസ്പോൺസിബിലിറ്റി ഫോർ നെഗറ്റീവ് ഇവന്റ്സ് ആൻഡ് ഔട്ട്കംസിൽ നിന്നാണ് ഡിസോണൻസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് പെർസ്വേഷനും, 2 കൊഗ്നിറ്റീവ് ഡിസോണൻസും. പെർസ്വേഷൻ വരുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്, കൊഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ടാവുന്നത് ഉള്ളിൽ നിന്നാണ്.